വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ JK. എന്റെ പൊന്നു മക്കളെ, നമ്മളെ സെക്കൻഡ് ടൈം എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നിങ്ങളുടെ മുന്നിൽ ഒന്നും മാത്രമുള്ളൂ. എന്തായിരിക്കും അത്? അതെ, നിങ്ങളുടെ ഫൈനൽ എക്സാം, അതായത് ആനുവൽ എക്സാം, അതല്ലെങ്കിൽ കൊല്ല പരീക്ഷ എന്നൊക്കെ പറയും. നിങ്ങൾ 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലേക്ക് തീരുമാനിക്കുന്ന ആ ഒരു പരീക്ഷയ്ക്ക് ഇനി അധികം സമയമില്ല മക്കളെ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഉഷാറായിട്ട് പഠിക്കേണ്ട ഇനിയും ചാപ്റ്ററുകളുണ്ട്. അതിൽ തന്നെ നമുക്ക് ആനുവൽ എക്സാമിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട്, അതല്ലെങ്കിൽ നിങ്ങൾ 9ാം ക്ലാസ്സിലെ ഫിസിക്സിനകത്ത് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിനകത്ത് മക്കളെ മുഴുവൻ കൺസെപ്റ്റുകളും പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം എന്റെ ഗായ്സ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10ാം ക്ലാസ്സിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ചാപ്റ്റർ ആയിട്ടുള്ള കറണ്ടുമായി ബന്ധപ്പെട്ട ഇലക്ട്രിക് കറണ്ട്, ധാരാ വൈദ്യുതി എന്ന ചാപ്റ്ററിലെയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാൻ പോവാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, ആർക്കും ഒരു കുഴപ്പം ബുദ്ധിമുട്ടും മനപ്രയാസം എന്ന് വിചാരിക്കും. ഞാൻ നിങ്ങളെല്ലാവരും ആവാഹിച്ചെടുക്കാണ്. നമ്മൾ 7ാമത്തെ ചാപ്റ്റർ, നമുക്ക് 9ാം ക്ലാസ്സിൽ ടോട്ടൽ 8 ചാപ്റ്ററുകളാണ് വരുന്നത്. അതിൽ ഏറ്റവും അവസാനത്തിന് തൊട്ടു മുന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മനോഹരമായ ഒരു ചാപ്റ്റർ ആണ്. ഏതാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേര്? ഇലക്ട്രിക് കറണ്ട്, ധാരാ വൈദ്യുതി. ആ പേരിൽ തന്നെ ഉണ്ട് ധാരാ വൈദ്യുതി, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന കറണ്ടാണ്. എനിക്ക് തോന്നുന്നു 8ാം ക്ലാസ്സിൽ നിങ്ങൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പഠിച്ചിട്ടുണ്ട്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, സ്ഥിത വൈദ്യുതി എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ആ ഒരു ചാർജ് അല്ലെങ്കിൽ കറണ്ട് ഒഴുകാതെ ഒരു പ്രത്യേക പോയിന്റിൽ തന്നെ നിൽക്കുന്നു. അത് സ്റ്റാറ്റിക് ആണ്, അത് റെസ്റ്റ് ആണ്, അത് മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്നു. ഇനി 9ാം ക്ലാസ് കഴിഞ്ഞ് 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞാൽ ആ കറണ്ടിനെ നമുക്ക് AC കറണ്ടും DC കറണ്ടും, AC ജനറേറ്റർ, DC ജനറേറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മക്കളെ, ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നമ്മൾ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ, പേരൊന്ന് പറഞ്ഞ എല്ലാവരും കേൾക്കട്ടെ. അങ്ങനത്തെ മടി കൂടാതെ ഒന്ന് ധൈര്യമായിട്ട് പറയുങ്ങളെ. എന്താണ് നിങ്ങൾ? ഓക്കെ, അങ്ങനെ പറയൂ. എന്താണ് ഇലക്ട്രിക് കറണ്ട്, അതല്ലെങ്കിൽ ധാരാ വൈദ്യുതി എന്നാണ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കടക്കുന്നതിന് മുന്നേ നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാനിവിടെ ഒരു ചീർപ്പിന്റെ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലേ, കോമ്പ്. ആ ചീർപ്പെടുത്ത് നമ്മളിങ്ങനെ മുടി ഇങ്ങനെ ചീകുന്ന സമയത്ത് നമ്മളെ ഈ ഹെയർ ഉണ്ടല്ലോ, ഡ്രൈ ഹെയർ, എണ്ണൊക്കെ തേച്ചിട്ട് നല്ല കുട്ടികളെ മാതിരി എണ്ണൊക്കെ തേച്ച് ഇങ്ങനെ സൈഡിലേക്കൊക്കെ മുടി ചീകിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കുട്ടികൾക്ക് പറ്റൂല. നേരെ മറിച്ച് ഒരു 4 ദിവസം കുളിക്കാത്ത മുട്ടയൊക്കെ ചുരുണ്ടിട്ട് അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉണ്ടല്ലോ, അതിനകത്ത് നിങ്ങൾ ഒരു പേനയോ അല്ലെങ്കിൽ ഒരു കോമ്പ്, ചീർപ്പൊക്കെ ഇങ്ങനെ ഒരസിന് ശേഷം ചെറിയ പേപ്പറിന്റെ അടുത്ത് വെച്ചാൽ അത് ആകർഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അട്രാക്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്യാത്ത കുട്ടികളൊന്നും ഉണ്ടായില്ല. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചൊരു കാര്യമാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഈ ഒരു ചീർപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഇങ്ങനെ റബ്ബ് ചെയ്തതിന് ശേഷം ഈ പേപ്പറിന്റെ അടുത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നു, അതിനെ അട്രാക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് റബ്ബ് ചെയ്യുന്ന സമയത്ത്, ഉരസുന്ന സമയത്ത് ഇവിടെ ഒരു വൈദ്യുത ചാർജ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ചാർജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തുണ്ടാവണം? ചാർജുകൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന ചാർജുകൾ ഏതൊക്കെ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ. അതന്നെ, ഏതാണ്? പോസിറ്റീവ് ചാർജും അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജും. അപ്പൊ പോസിറ്റീവ് ചാർജ് എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ ആണ് പോസിറ്റീവ് ചാർജ് വരുന്നത്, നിങ്ങൾക്കറിയാം. ഇനി ഇലക്ട്രോൺ ആണ് ഏത് ചാർജ് വരുന്നത്? നെഗറ്റീവ് ചാർജ്. ഇനി പ്രോട്ടോണും ന്യൂട്രോണൊക്കെ എവിടെ കാണപ്പെടുന്നത്? ആറ്റത്തിന്റെ ന്യൂക്ലിയസിലാണ്. പക്ഷെ ഇലക്ട്രോണുകൾ എവിടെ കാണുന്നത്? പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോണുകളായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു, നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു, റിസീവ് ചെയ്യുന്നൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടുത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഈ ഇലക്ട്രോണുകളാണ് ഇവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ റബ്ബ് ചെയ്യുന്ന സമയത്ത്, ഉരസുന്ന സമയത്ത് ഒരു ചാർജ് ഉണ്ടാകുന്നുണ്ട്. ആ ചാർജ് ഏതായിരിക്കാം? ഒന്നല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോൺ ആയിരിക്കാം. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ ഇലക്ട്രോൺ നേടിക്കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജസ്റ്റ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അങ്ങനെ അറിയണം. അതോടൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചാർജിന്റെ യൂണിറ്റ് എന്തായിരിക്കും അറിയും? ചാർജിന്റെ യൂണിറ്റ് കുളോം അല്ലെ? കുളമ്പ് എന്നൊക്കെ എഴുതുമ്പോൾ അതിൽ ബി സൈലന്റ് ആണ്, കുളോം. അപ്പൊ ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുളോം. അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം? ചാർജുകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജും വരുന്നുണ്ട്. ഇലക്ട്രോണുകൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചാർജ് ഉണ്ടാവുന്ന ഓർത്ത് വയ്ക്കുക. അതോടൊപ്പം ഇങ്ങനെയുള്ള ചാർജിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ കുളോം.
കുളോം, COULOMB എന്നൊക്കെ പറയുന്നത് അല്ലെ, പുളോം അല്ലെങ്കിൽ കുളം എന്നൊക്കെ പറയാണ് അല്ലെ, കുളോം എന്നൊക്കെ പറയും. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ചാർജുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ട ചെറിയൊരു ഡിവൈസ് ഉണ്ട്. ഇതും നമ്മൾ 8ാം ക്ലാസ് പഠിച്ചു. ഇതിനെ നമ്മൾ പറയുന്ന പേര് കപ്പാസിറ്റർ എന്നാണ് പറയാ. അപ്പൊ കപ്പാസിറ്ററിന്റെ 2 ടൈപ്പ് ഉണ്ട്. ഇതൊരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ജസ്റ്റ് ചെറിയൊരു കാര്യം പറയണം, ഞാനിപ്പോ ഇതിനൊരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്ത് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇതിൽ കുറച്ച് സമയം ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കും. കുറേ സമയമൊന്നുമില്ല, വളരെ കുറഞ്ഞ സമയം അത് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കും. നിങ്ങൾ ഇവിടെ കണ്ടങ്ങള് ഒരു ബട്ടൺ സെല്ല്, അതായത് നമ്മൾ എനിക്ക് തോന്നുന്നു കാൽക്കുലേറ്ററിനകത്തൊക്കെ ഒരു ബട്ടൺ സെല്ലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ വാച്ചിനകത്തൊക്കെ ഇങ്ങനത്തെ ബട്ടൺ സെല്ലുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനത്തെ ഒരു ബട്ടൺ സെല്ലും അതേപോലത്തെ ഒരു ചെറിയൊരു കപ്പാസിറ്റർ ഉപയോഗിച്ച് നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു പരീക്ഷണം കൊടുക്കണം. ഒന്നുമില്ല, ജസ്റ്റ് ഈ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ എത്രമാത്രമുള്ള എന്താണ്, ഇവിടെ എന്ത് ചെയ്യുന്നു, ഒരു LED ബൾബ് അല്ലെ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ചെറിയ ബൾബാണ്. വളരെ നേരിയ ചാർജ് കിട്ടിയാൽ തന്നെ അത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു, അത് പ്രകാശിക്കുക. അതാണ് ഈ LED പ്രത്യേകത. അപ്പൊ ഇവിടെ ഒരു LED ബൾബ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പാസിറ്റർ എടുത്തു, 6 വോൾട്ടിന്റെ ഒരു കപ്പാസിറ്റർ എടുത്തു. ഈ കപ്പാസിറ്റർ അതിന്റെ യൂണിറ്റ് ആണ് നമ്മൾ മൈക്രോ ഫാരഡ് ഇതൊക്കെ. അപ്പോൾ ഒരു 500 മൈക്രോ ഫാരഡ് ആയിട്ടുള്ള ഒരു ചെറിയ കുഞ്ഞു കപ്പാസിറ്റർ എടുത്തു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു LED ബൾബിന്റെ 2 കാലിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം എന്ത് ചെയ്യുന്നു, അവിടെ ബൾബ് ഇങ്ങനെ പ്രകാശിക്കും, LED പ്രകാശിക്കും. പക്ഷേ ഈ ഒരു ക്രമീകരണത്തിൽ, ഈ ഒരു അറേഞ്ച്മെന്റില് ഈ LED ബൾബ് കണ്ടിന്യൂസ് ആയിട്ട് കുറേ സമയം പ്രകാശിക്കൂല. എന്താ കാരണം? വാട്ട് ഈസ് ദ റീസൺ? എന്താ റീസൺ? ഇവിടെ ഈ ഒരു കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമേ അവിടെ ചാർജ് എന്ത് ചെയ്യുന്നുള്ളൂ, സ്റ്റോർ ചെയ്ത് വെക്കുന്നുള്ളൂ. ആ കുറഞ്ഞ ചാർജ് LED കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, LED പ്രകാശിക്കുന്നു. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മനസ്സിലാക്കും. അപ്പൊ അവിടുത്തെ ചാർജ് തീർന്നു, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഉണ്ടായിരുന്ന ചാർജ് എന്ത് ചെയ്തു, കുറച്ച് സമയം കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അങ്ങനെയെങ്കിൽ ബട്ടൺ സെൽ ഉപയോഗിച്ച് വിചാരിക്കുക. ബട്ടൺ സെല്ലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോക്ക് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ, വാച്ച് ഒക്കെ കുറേ സമയം വർക്ക് ചെയ്യൂലേ. അപ്പൊ ഇതിനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത് LED കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ LED ബൾബ് എന്ത് ചെയ്യുന്നു, നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ സമയം ഇവിടെ എന്ത് ചെയ്യുന്നു, പ്രകാശിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ എക്സ്പെരിമെന്റില് കുറഞ്ഞ സമയം മാത്രമേ ഇവിടെ ചാർജുകൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഫ്ലോ ചെയ്യുന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ ഈ ഒരു പിക്ചറിനകത്ത് കുറേ സമയം ഇവിടെ ഇലക്ട്രിക് ചാർജ് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. അതാണ് നിങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ LED ബൾബ് എന്ത് ചെയ്യുന്നു, കുറേ സമയം എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പ്രകാശിക്കും. അപ്പൊ എങ്ങനെയാണ് അവിടെ ചാർജുകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുന്നത്? അപ്പൊ എങ്ങനെയാണ് ഇവിടെ ചാർജുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുന്നത്? അതാണ് നിങ്ങൾ ഈ ഭാഗത്ത് ചാർജ് കുറേ സമയം ഒഴുകുന്നുണ്ടോ? ഇല്ല. അപ്പൊ തുടർച്ചയായിട്ട് ഇങ്ങനെ ചാർജുകൾ ഇങ്ങനെ ഒഴുകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം? അതാണ് നമ്മൾ ഇതിനകത്ത് ബേസിക് ആയിട്ട് പഠിക്കുന്ന എന്റെ പൊന്നുമക്കളെ. അപ്പൊ അതിന്റെ എന്താണ് പ്രത്യേകത? നമ്മൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കുറെ സിറ്റുവേഷൻ, ചെറിയ എക്സ്പെരിമെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെറിയൊരു എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ AB എന്നുള്ള 2 ബീക്കർ പാത്രങ്ങൾ എടുത്ത് വിചാരിക്കാം. 2 ഭാഗത്തും ഒരേ ലെവലില് വാട്ടർ ലെവലും ഒക്കെ സെയിം ആണ്. ഈ ജലത്തിന്റെ ഉയരം നോക്കിയാൽ സെയിം ആണ്. എന്നിട്ട് ഇവിടെ ഒരു സൈഫൺ വെച്ച്, ഒരു കുഴൽ വെച്ചു എന്ന് വിചാരിക്കാം, ഒരു ട്യൂബ് വെച്ചു വിചാരിക്കുക. അപ്പൊ ഇവിടുന്ന് എന്നുള്ള ഭാഗത്ത് നിന്ന് വെള്ളത്തിലൂടെ കയറി ഇങ്ങോട്ട് ഇങ്ങനെ വരും അല്ലെ. അങ്ങനെ വരുമോ? ഇല്ല. എന്താ കാരണം? നമുക്കറിയാം 2 ഭാഗത്തെയും വാട്ടറിന്റെ ഈ ഹൈറ്റ് ലെവല് സെയിം ആണെങ്കിൽ പിന്നെ വെള്ളം ഇവിടുന്ന് അങ്ങോട്ട് ഒഴുകുവോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമ്മളെ ചാർജുകൾ. ഇവിടെയും ചാർജ് ഉണ്ട്, ഇവിടെയും ചാർജ് ഉണ്ട്. 2 ഭാഗത്ത് ചാർജുകളുടെ, ഇലക്ട്രിക് ചാർജുകളുടെ അളവ് സെയിം ആണെങ്കിൽ പിന്നെ ഒരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് ഒഴുകുവോ? ഇല്ല. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകുവോ? ഇല്ല. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചെറിയ ആക്ടിവിറ്റിയിലൂടെ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പൊ ഇവിടെ ജലനിരപ്പിന്റെ ആ ഒരു ഹൈറ്റ് സെയിം ആയതുകൊണ്ട് ഇവിടുത്തെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലും സെയിം ആയിരിക്കും. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഇതിന്റെ ഹൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. വെറുതെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഈ ചിത്രം നമ്മൾ ആദ്യത്തെ പിക്ചറാണ്. രണ്ടാമത്തെ പിക്ചറത്തിൽ A എന്ന ബീക്കർ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് അല്പം മുകളിലേക്ക് ഉയർത്തി വെച്ചു അല്ലെ, ഇത്രയും ഹൈറ്റ് വെച്ചു. അപ്പൊ ഇവിടുത്തെ വാട്ടർ ലെവൽ കണ്ടകള്, വാട്ടർ ലെവൽ മാറിയില്ലേ. അപ്പൊ ഈ വാട്ടർ ലെവൽ മാറി, ഇത് ഒന്നുകൂടി ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ അവിടുത്തെ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജ്ജം എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നത്തെ വർക്ക് എനർജി പവർ എന്നുള്ള ചാപ്റ്ററിനകത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഒരു ബീക്കർ ഞാൻ ഒന്നുകൂടി ഹൈറ്റിലേക്ക് വെച്ചു. അപ്പൊ ഉയരം കൂടുന്ന അതിനകത്ത് ഒരു എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ എനർജിയെ നമ്മൾ എന്താ ചെയ്യുക, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് പറയുക. അപ്പൊ ഇവിടെ ഒരു എനർജി കൂടുതലാണ്. അപ്പൊ എനർജി ലെവലിലെ ഊർജ്ജ നിലയിലെ ഈ വെള്ളത്തിന്റെ ഹൈറ്റിൽ വ്യത്യാസം വന്നു. അപ്പൊ
ഇവിടെ എന്ത് സംഭവിക്കുന്നു? വെള്ളം തുടർച്ചയായിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ ഒഴുകും. എത്ര വരെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും? ഇതിന്റെ രണ്ടിന്റെയും വാട്ടർ ലെവൽ സെയിം ആവുന്ന വരെ ഒഴുകും. രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ പിന്നെ ഒഴുകുമോ? ഇല്ല. അതേപോലെയാണ് മക്കളെ, എന്റെ പൊന്നു മക്കളെ ശ്രദ്ധിച്ചോളെ, ഇതേപോലെയാണ് ചാർജുകളുടെ അവസ്ഥയും. ഒരു ഭാഗത്ത് കൂടുതൽ ചാർജും ഒരു ഭാഗത്ത് ചാർജിന്റെ എനർജി കുറവാണെങ്കിൽ കൂടിയ ഭാഗത്തു നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അത് എല്ലാത്തിന്റെ കേസിൽ അങ്ങനെ. ഇപ്പൊ വെള്ളത്തിന്റെ കേസിൽ അങ്ങനെയാണ്. ഇനി അടുത്തൊരു പിക്ചർ നോക്കിക്കോളൂ നിങ്ങൾ. അടുത്ത പിക്ചർ എന്താ കൊടുത്തല്ലോ? ഒരു മെഴുകുതിരി എടുത്തു അല്ലെ, ഒരു കാൻഡിൽ. എന്നിട്ട് ഇവിടെ ഒരു അയൺ റോഡ് അല്ലെ, PQ എന്നുള്ള ഒരു ഇരുമ്പിന്റെ ദണ്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഇതിനെങ്ങനെ ചൂടാക്കുന്നു വിചാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ Q എന്ന ഭാഗത്തല്ല ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവാം, ഇവിടെ ടെമ്പറേച്ചർ കൂടുതൽ ഉണ്ടാവാം. അപ്പൊ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിഞ്ഞ് നമ്മളെ കൈ ഇങ്ങനെ ചൂടാവും. കാരണം ഈ ചൂട് കൂടിയ Q എന്ന പോയിന്റിൽ നിന്ന് ഹീറ്റ് എനർജി അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? P എന്ന ഭാഗത്തേക്ക് ഒഴുകുന്നു. അപ്പോൾ കൂടുതൽ ടെമ്പറേച്ചർ, ഹൈ ടെമ്പറേച്ചറുള്ള ഭാഗത്ത് നിന്ന് എന്ത് ചെയ്യുന്നു? ലോ ടെമ്പറേച്ചറുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ചൂട് എന്ത് ചെയ്യുന്നു? ഒഴുകുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. കുറെ വെള്ളം തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ അവിടെ ഒരു വാട്ടറിൽ എന്ത് ചെയ്യണം? ഒരു ഡിഫറൻസ് വേണം അല്ലെ. ഇനി ചൂട് ടെമ്പറേച്ചർ അല്ലെ, ചൂട് ഒഴുകണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ നിന്നും കുറഞ്ഞതിലേക്ക് ഒഴുകുള്ളൂ. ഇനി അത് മാത്രമാണ് ഞാൻ എന്ത് ചെയ്തു? ഒരു ട്യൂബ്, ബൈക്കിന്റെ ഒക്കെ അല്ലെങ്കിൽ കാറിന്റെ ഒക്കെ ആ ഒരു ടയർ ഉണ്ടല്ലോ, ഇപ്പൊ നിലവിൽ പറഞ്ഞാല് ട്യൂബ്ലെസ് ആയിട്ടുള്ള ടയറുകളൊക്കെയാണ്. പക്ഷെ സൈക്കിളിന്റെ ട്യൂബൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് കാറ്റ് നിറച്ചു വെച്ചു വിചാരിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിൻ്റെതാ ഈ ഒരു അടപ്പുണ്ടല്ലേ, ഇതോട് ഊരിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇതിനുള്ളിൽ നിന്ന് കാറ്റ്, എയർ പുറത്തേക്ക് ഇങ്ങനെ പോകും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞാല് എയർ കൂടുതൽ ഇവിടെയാണ്. എന്താണ്? എയർ പ്രഷർ വളരെ കൂടുതൽ, മർദ്ദം വളരെ കൂടുതൽ ഇവിടെയാണ്. പുറത്ത് മർദ്ദം കുറവാണ്. അപ്പൊ കൂടുതലൊന്നും കുറഞ്ഞതിലേക്ക് എന്ത് ചെയ്യുന്ന എയർ ഇങ്ങനെ ഒഴുകുന്നു. അപ്പൊ കാറ്റാണെങ്കിലും ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്ക് ഒഴുകാം. ടെമ്പറേച്ചർ ആണെങ്കിലും ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിൽ ഒഴുകും. ഇനി വെള്ളമാണെങ്കിലും പൊട്ടൻഷ്യൽ എനർജി, അതായത് ജലനിരപ്പ് കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്ക് ഒഴുകുന്നു. അങ്ങനെ തുടർച്ചയായിട്ട് ഒഴുകുന്നുണ്ടെങ്കിൽ എപ്പോഴും അവിടെ ഒരു ഡിഫറൻസ് വേണം മക്കളെ. ആ ഡിഫറൻസിനെയാണ് നമ്മൾ സാധാരണ എന്ത് പറയുക? അപ്പൊ നോക്കുക, അതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം, വോൾട്ടേജ് എന്നൊക്കെ പറയും. അപ്പൊ നോക്കിക്കോളൂ, നമ്മൾ ഇതുവരെ പറഞ്ഞ സന്ദർഭം ഉണ്ടല്ലോ. ഒരു എക്സാമ്പിള്, ജലം ഒഴുകുന്നത്, വാട്ടർ ഫ്ലോ ചെയ്യുന്ന എവിടുന്നാണ്? ഹൈ പൊട്ടൻഷ്യൽ നിന്നും എങ്ങോട്ടായിരിക്കും? ഹൈ പൊട്ടൻഷ്യൽ നിന്നും എങ്ങോട്ടായിരിക്കും വാട്ടർ ഒഴുകുന്നത്? നിങ്ങൾ ഓർത്തേക്ക്, അതായത് എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി, അതായത് കളറൊന്ന് മാറ്റി പിടിക്കട്ടെ, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എനർജി ഹൈയിൽ നിന്നും ലോയിലേക്കാണെന്ന് ഓർത്തേക്ക്. അതായത് നമ്മള് ഉയർന്ന ജലനിരപ്പ് ഉയർന്നതിൽ നിന്നും അതിനെ നമ്മൾ എന്താ പറയാ? ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്നാണ് പറയാ. പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്നു? കുറഞ്ഞ ഭാഗത്തേക്ക്. ഈ ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എന്ന് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. വെള്ളത്തിന്റെ ഹൈറ്റ് ഉണ്ട്, മുകളിലേക്ക് പോകുന്തോറും പൊട്ടൻഷ്യൽ എനർജി, സ്ഥിതികോർജം കൂടും. അപ്പൊ സ്ഥിതികോർജം കൂടുതലിൽ നിന്നും കുറഞ്ഞതിലേക്കാണ് ഒഴുകുന്നത്. അപ്പൊ വെള്ളത്തിന്റെ ഹൈറ്റിൽ നിന്നും നല്ല ഉയരത്തിൽ നിന്നും താഴത്തേക്ക് ഒഴുകുന്നു അല്ലെ. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പൊ നോക്കി, ഇവിടെ അങ്ങനെ സംഭവിക്കും. ഇനി താപം പ്രവഹിക്കുന്ന എങ്ങനെ കൊടുത്തുള്ളത്? ഉയർന്ന താപനിലയുള്ള ഭാഗത്തു നിന്നും താഴ്ന്ന താപനിലയുടെ ഭാഗത്തേക്ക് അല്ലെ. എവിടുന്നാണ് കൊടുത്തത്? ഹയർ ടെമ്പറേച്ചർ ടു പോയിന്റ് ലോവർ ടെമ്പറേച്ചറിലേക്കാണ്. അങ്ങനെയെങ്കിൽ എയർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും അല്ലെ? മർദ്ദം കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് അല്ലെ. ഹൈ പ്രഷറിൽ നിന്നും എങ്ങോട്ടായിരിക്കും? ലോ പ്രഷറിലേക്ക്. അപ്പൊ എപ്പോഴും ഒരു എന്തെങ്കിലും കാറ്റാണെങ്കിലും ഉയർന്ന പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് ഒഴുകുന്നത്. ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് ലോ ടെമ്പറേച്ചറിലേക്കാണ്. വെള്ളം ഹൈ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് ലോ പൊട്ടൻഷ്യൽ എനർജിയിലേക്കാണ് ഒഴുകുന്നത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് എന്റെ ഗൈസ് കറണ്ടും ഒഴുകുന്നത്. കറണ്ട് ഒരു ഭാഗത്ത് നിന്ന്, ആ ചാർജുകൾ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കണം. ആ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. അതിനെ നമ്മൾ എന്ത് പറയാ? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇവിടെ നോക്കൂ, ഇത് ഹൈറ്റ് കൂടുതലല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒന്നാമത്തെ പൈപ്പിലൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങോട്ട് വരും. കറക്റ്റ് അല്ലേ? അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇനി ഇതിലൂടെ ഒഴുകി ഇവിടെ എത്തിന്ന് വിചാരിക്കും. രണ്ട് ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒഴുകോ? ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തോ? ഇങ്ങോട്ട് ശ്രദ്ധിക്കണം മക്കളെ. മുകൾ ഭാഗത്ത് ഞാൻ വേറൊരു പൈപ്പ് കൊണ്ട് കണക്ട് ചെയ്തു. ഇവിടെ ഒരു ചെറിയ മിനി പമ്പ്, ഒരു മോട്ടോർ ഫിറ്റ് ചെയ്തു വിചാരിക്കും. ഒരു മോട്ടോർ, ചെറിയൊരു പമ്പ് ഫിറ്റ് ചെയ്തു വിചാരിക്കുക. അപ്പൊ ഇവിടുന്ന് ഒരു വെള്ളം ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തുന്നു. ഇവിടെ എത്തുന്ന വെള്ളം അതേ സമയം തന്നെ ഇവിടുന്ന് പമ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വീണ്ടും ഇതിലേക്ക് തന്നെ ആക്കുന്നു വിചാരിക്കാം. അപ്പൊ ഇവിടെ വാട്ടർ ലെവൽ എപ്പോഴും സെയിം ആയിരിക്കൂലേ?
ഇത് അവങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങോട്ട് ശ്രദ്ധിക്കുക, ഒന്നുമില്ല. എന്താണ് മക്കൾ അങ്ങോട്ട് ശ്രദ്ധിക്കുക, എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? ദാ ഇതിലൂടെ വെള്ളം ഒഴുകി ഇങ്ങോട്ട് വരുന്ന അതേ സമയം തന്നെ എന്ത് ചെയ്തു, ദേ പിടിച്ചോ അടുത്തൊരു പൈപ്പ് എന്ത് ചെയ്തു, ഇവിടെ ഒരു പമ്പ് ഉപയോഗിച്ചിട്ട് നേരെ ഇങ്ങോട്ട് ഇങ്ങനെ മോട്ടർ ചെയ്യും. അപ്പൊ ഇവിടെ എപ്പോഴും വാട്ടറിന്റെ ഒരു ഡിഫറൻസ് നിലനിൽക്കൂലേ? അപ്പൊ ഇവിടെ ഈ ഡിഫറൻസിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. എന്താ പറയാ? PD, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയും. ഈ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ സഹായിക്കുന്ന, ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഇവിടുത്തെ ഈ ഒരു പമ്പാണ്, മോട്ടോർ പമ്പാണ് അല്ലെ. ഇതിനെ നമ്മൾ എന്താ പറയാ? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിർത്താൻ സഹായിക്കുന്ന എന്താണോ അതിനെ നമ്മൾ എന്ത് പറയുന്നു? EMF, സോഴ്സ് ഓഫ് EMF, EMFകളുടെ സ്രോതസ് എന്നാണ് പറയുക. എന്താ പറയാ? EMFകളുടെ സ്രോതസ്. അപ്പൊ ചാർജ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഒഴുകണമെങ്കിൽ അവിടെ മക്കൾ എപ്പോഴും ഒരു വ്യത്യാസം ഉണ്ടായിരിക്കണം. ആ ഡിഫറൻസിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിന് യൂണിറ്റ് ആണ് വോൾട്ട് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ്. ഇനി ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ നിലനിർത്തി കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വെള്ളം ഒഴുകുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഈ മുകൾ ഭാഗത്തോടെ ഒരു പമ്പ്, ഒരു മോട്ടോർ പമ്പ് ഫിറ്റ് ചെയ്തു. അപ്പൊ ഇവിടുത്തെ ഡിഫറൻസ് എപ്പോഴും നിലനിർത്താൻ സഹായിക്കുന്നത് ആരാണോ അവരെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് പറയണം? സോഴ്സ് ഓഫ് EMF, EMFന്റെ സ്രോതസ്സുകളാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. EMFന്റെ സ്രോതസ്സുകൾക്കുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇത് ഓർത്തേക്ക്, എന്താണ്? ടോർച്ച് സെല്ല്, ഡ്രൈ സെല്ല്, സാധാ ബാറ്ററി, അതാണ് ടോർച്ച് സെൽ. ഇനി ജനറേറ്റർ, ജനറേറ്റർ എന്ന് പറഞ്ഞാല് നമ്മള് ഒരു കല്യാണ തലേന്ന് പ്രോഗ്രാം ഒക്കെ ഉണ്ടാകുമ്പോൾ ജനറേറ്റർ സ്റ്റാർട്ട് ആക്കുന്നുണ്ടല്ലേ. അപ്പൊ ആ ജനറേറ്ററൊക്കെ എന്താണ്? ഇങ്ങനത്തെ EMFന്റെ സ്രോതസ്സുകളാണ്, സോഴ്സ് ഓഫ് EMF ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ബട്ടൺ സെൽ, ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ബട്ടൺ സെല്ല്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സോളാർ സെല്ല് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കാം, സ്റ്റോറേജ് ബാറ്ററി ഉപയോഗിക്കാം, ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാം. അപ്പൊ അതിന്റെ എനർജി ചേഞ്ച് എന്തായിരിക്കും? ടോർച്ച് സെല്ലാണെങ്കിൽ രാസോർജം, കെമിക്കൽ എനർജി എന്തായിരുന്നു? ഇലക്ട്രിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ജനറേറ്റർ ആണെങ്കിൽ യാന്ത്രികോർജ്ജം വൈദ്യോർജ്ജമായിട്ട് മാറുന്നു. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കുക, ഇത് മാത്രം ഓർത്ത് വയ്ക്കുക. എന്താണ് ടോർച്ച് സെല്ല് എന്ന്? ബാറ്ററി എന്ന് പറഞ്ഞാലും, ബട്ടൺ സെൽ എന്ന് പറഞ്ഞാലും, ജനറേറ്റർ എന്ന് പറഞ്ഞാലും, സോളാർ സെൽ എന്ന് പറഞ്ഞാലും, സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാലും, ഇതൊക്കെ ഏതാണ്? EMFന്റെ സ്രോതസ്സുകളാണ്, സോഴ്സ് ഓഫ് EMF ആണ്. അവിടെ എപ്പോഴും ചാർജുകൾ ഒഴുകാൻ വേണ്ടിയിട്ട് അവിടെ ഒരാൾ സഹായിക്കാൻ വേണ്ടി അതിനെ നമ്മൾ സോഴ്സ് ഓഫ് EMF എന്ന് പറയാം. അങ്ങനെയെങ്കിൽ ഈ ചിത്രത്തിലേക്ക് നോക്കുക മക്കൾ, ഈ ചിത്രത്തിലേക്ക് നോക്കുക. ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതൊരു ബൾബാണ്. ഇപ്പൊ ഞാനിവിടെ ഒരു ബൾബ് കൊടുത്തു. ഈ ബൾബ് ഇവിടെ ഈ സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞാൽ ബൾബ് പ്രകാശിക്കുമോ? ഇല്ല. കാരണം എന്താണ്? ഇതിലൂടെ ചാർജ് ഒഴുകുമോ? ഇല്ല. കാരണം ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യാസം ഉണ്ടാവണമെങ്കിൽ അവിടെ സഹായിക്കാൻ ഒരാൾ വേണ്ടേ. അപ്പൊ ഇവിടെ നമ്മൾ CD എന്നുള്ള ഭാഗത്ത് എന്ത് ഫിറ്റ് ചെയ്യണം? ഒരു ബാറ്ററി ഫിറ്റ് ചെയ്യണം. എന്ത് ഫിറ്റ് ചെയ്യണം? ഒരു ബാറ്ററി ഫിറ്റ് ചെയ്യുന്നു. ബാറ്ററി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇതിലൂടെ തുടർച്ചയായിട്ട് കറണ്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും, തുടർച്ചയായിട്ട് ചാർജുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തുടർച്ചയായിട്ട് ചാർജുകൾ ഒഴുകാൻ ഇവിടെ സഹായിക്കുന്നത് ആരാണ്? ഓർത്തു വയ്ക്കുക, അത് ആ ബാറ്ററിയാണ്. അതുകൊണ്ട് ഈ ബാറ്ററിയെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? സോഴ്സ് ഓഫ് EMF, അതായത് EMFന്റെ സ്രോതസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിർത്താൻ, ചാർജുകൾ തുടർച്ചയായിട്ട് ഒഴുകാൻ സഹായിക്കുന്നത് ആരാണോ അവരെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് പറയണം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് നിലനിർത്താൻ സഹായിക്കുന്നതിന് അവരെ നമ്മൾ എന്ത് പറയുന്നു? അതാണ് സോഴ്സ് ഓഫ് EMF, സ്രോതസ്, EMFന്റെ സ്രോതസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ചാർജുകൾ തുടർച്ചയായിട്ട് ഒഴുകണമെങ്കിൽ കൂടുതലുള്ള ചാർജിൽ നിന്നും കുറഞ്ഞതിലേക്ക് ഒഴുകണം. അപ്പൊ അവിടെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് നമ്മൾ വോൾട്ട് അല്ലെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നൊക്കെ പറയും. ഇനി ആ പൊട്ടൻഷ്യൽ വ്യത്യാസം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്നത് ആരാണോ അതിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് പറയാം? അതിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത്? സോഴ്സ് ഓഫ് EMF, അതായത് EMFകളുടെ സ്രോതസ് എന്നൊക്കെ പറയാം. അപ്പോൾ ഈ ഒരു ചെറിയ കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് ഇനി ഇതിനകത്ത് എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതിനൊരു ഇക്വേഷനും അത് വെച്ചിട്ടുള്ള പ്രോബ്ലങ്ങളും, എങ്ങനെയാണ് തുടർച്ചയായിട്ട് ഒഴുകുന്നത്, അതിന്റെ യൂണിറ്റ് എന്താ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമുക്ക് മറ്റൊരു വീഡിയോയിൽ പഠിക്കാം. അപ്പൊ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇനിയുള്ള ചാപ്റ്ററുകളൊക്കെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. അപ്പൊ ആ ചാപ്റ്ററിന്റെ റിവിഷൻ ക്ലാസ്സുകളൊക്കെ നമ്മൾ സൈലത്തിന്റെ 9ാം ക്ലാസ്സിന്റെ നിഞ്ച ബാച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വരാനിരിക്കുന്ന പരീക്ഷയിൽ കൂടുതൽ മാർക്ക് നേടാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉടൻ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, പെട്ടെന്ന് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ നിഞ്ച ബാച്ചിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം, വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ ഈസി ആക്കാം. ഈ ചാപ്റ്ററിലെ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കമന്റുകളൊക്കെ രേഖപ്പെടുത്തുക. ഇനി ഈ ചാപ്റ്ററിൽ ബുദ്ധിമുട്ടുള്ള ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞാൻ അതൊക്കെ ഇതേപോലെ ചെറിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. മക്കൾ, ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്ററാണ്. കറണ്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിന്റെ റിവിഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യും,
നിഞ്ച ബാച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വരാനിരിക്കുന്ന പരീക്ഷകളൊക്കെ അടിപൊളിയാക്കുക, സന്തോഷത്തോടെ പഠിക്കുക, സൈലത്തിൽ ജോയിൻ ചെയ്യൂ. നമ്മുടെ ഫാമിലി ഒറ്റക്കെട്ടായിട്ട് മുന്നേറും. ഓക്കെ, അപ്പൊ ഏതായാലും ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് കാര്യങ്ങൾ കുറച്ച് നമ്മൾ മനസ്സിലാക്കി വെച്ചു. ഇനിയും നമുക്ക് ഒരുപാട് വലിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോ അതുവരേക്കും എന്ത് ചെയ്യാം, നമുക്ക് വണക്കം. അപ്പൊ ഓക്കെ, ഉഷാറായിട്ട് പഠിക്കുക. ഓക്കേടാ, ബൈ, ടാറ്റ.